പുതിയ സ്റ്റാൻഡ് വരും, പക്ഷേ എപ്പോഴാണ് എന്ന് ആർക്കും അറിയില്ല. എറണാകുളം കാരിക്കമുറി KSRTC ടെർമിനൽ പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നു. കേരളായി ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ ആധുനികതയും പൈതൃകവും ഒരുമിച്ച് ചേരുന്ന നഗരമാണ് കൊച്ചി. ചരിത്രം, വ്യാപാരം, സാംസ്കാരിക വൈവിധ്യമൊക്കെ ചേർന്നാണ് ഈ നഗരം നിലകൊള്ളുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള രണ്ടാമത്തെ നഗരമാണ് കൊച്ചി. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി എന്നിവ പോലെ ചരിത്ര സ്മരണകൾ നിറഞ്ഞ പ്രദേശങ്ങളും ഇൻഫോ പാർക്ക്, ലുലു മാൾ, കൊച്ചി മെട്രോ പോലുള്ള ആധുനിക മുഖങ്ങളും കൂടിയിരിക്കുന്ന ഈ നഗരത്തിൽ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. ഇവിടെ എത്താൻ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് KSRTC ബസ്സുകളെയാണ്. എന്നാൽ KSRTC ബസ്സിൽ കൊച്ചിയിൽ ഇറങ്ങുന്ന യാത്രക്കാരൻ ആദ്യം അമ്പരക്കുകയാണ്. ഇത് കൊച്ചിയാണോ എന്ന ചോദ്യം കാറ്റിൽ പടരുന്ന തരത്തിലാണ് എറണാകുളം സെൻട്രൽ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കൊച്ചി നഗരത്തിന്റെ ഹൃദയത്തിൽ കിടക്കുന്ന KSRTC സ്റ്റാൻഡ് ഒരു കാലത്ത് ലക്ഷക്കണക്കിന് യാത്രക്കാരെ വരവേൽക്കുകയും യാത്രയയക്കുകയും ചെയ്ത ഈ സ്റ്റാൻഡ് ഇന്ന് ചോർച്ചയുള്ളതും വൃത്തിഹീനവുമായ ഷെഡുകളാൽ നിറഞ്ഞിരിക്കുന്നു. നനഞ്ഞ ബെഞ്ചുകളും കുഴികളുള്ള നിലവും ദുർഗന്ധം പടരുന്ന ശുചിമുറികളും. ബസ്സുകൾക്കായി ഒരേ സമയം പാർക്കിംഗ് അനുവദിക്കാനാകാത്തത് കൊണ്ട് ഡ്രൈവർമാർ ബുദ്ധിമുട്ടുകയാണ്. വീതിയേറിയ സഞ്ചാരപാതകളില്ല. യാത്രക്കാർക്ക് ഒറ്റ നിമിഷം കാത്തിരിക്കാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥ. കാര്യമന്വേഷിച്ചപ്പോൾ മനസ്സിലായി, സൗകര്യാർത്ഥം KSRTC ബസ് സ്റ്റാൻഡ് പുതിയ കാരിക്കമുറി ടെർമിനസിലേക്ക് മാറ്റിപ്പണിയുകയാണ്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും കൊച്ചി മെട്രോ സ്റ്റേഷനും സമീപത്തായി കാരിക്കമുറിയിൽ 12 കോടിയുടെ ചിലവിൽ പുതിയ ടെർമിനസ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ KSCC നിർമ്മാണം ഏറ്റെടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുന്നവ താഴെ പറയുന്നവയാണ്: ഫ്ലഡ് പ്രൂഫ് ബസ് ബേ, ഡിജിറ്റൽ ടിക്കറ്റ് കൗണ്ടറുകൾ, വിശാല പാർക്കിംഗ് ഏരിയ, ഭക്ഷ്യശാലകൾ, മോഡേൺ വെയിറ്റിംഗ് ലോഞ്ച്, ഗതാഗത ഹബ്ബ്, റെയിൽ, മെട്രോ, KSRTC എല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിൽ. CSMLന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടക്കുന്നത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? തടസ്സങ്ങൾ, തളർച്ചകൾ. പദ്ധതി പ്രഖ്യാപനം 2023 നടന്നു. ഡിസൈൻ ആൻഡ് പ്ലാൻ തയ്യാറാക്കൽ തീർന്നിട്ടുണ്ട്. പഴയ കെട്ടിടം പൊളിക്കൽ ഭാഗികമായി മാത്രമാണ് പൂർത്തിയായത്. കാരിക്കമുറിയിൽ നിർമ്മാണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. പ്രവൃത്തി പുരോഗതി, കാലതാമസം, അനിശ്ചിതത്വം, അനുമതി തടസ്സങ്ങൾ. തടസ്സങ്ങൾക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്: KSRTC, KSCC തമ്മിൽ പ്രവർത്തന ഏകോപനത്തിന്റെ കുറവുണ്ട്. കാരിക്കമുറിയിൽ ഭൂമിരേഖ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. CSML ടെൻഡർ നടപടികളിലെ കാലതാമസം നേരിടുന്നു. മഴക്കാലം കാരണം പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നു. ഇതിന്റെയെല്ലാം ഇരകൾ ആരാണ്? യാത്രക്കാർ തന്നെ. ചോർന്ന ഷെഡുകൾ, തകർന്ന ബെഞ്ചുകൾ, കുടിവെള്ളവും ശുചിത്വവും ഇല്ലാതായ അവസ്ഥ, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പാർക്കിംഗ്, സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷം. പുതിയ കാരിക്കമുറി ടെർമിനസ് നഗരത്തിനും യാത്രക്കാർക്കും ഏറെ ആവശ്യമായ ഒന്നു തന്നെയാണ്. പക്ഷേ ഇതുവരെ അതൊരു വാഗ്ദാനം മാത്രമായി തുടരുകയാണ്. ഒരു നഗരത്തിന്റെ ഗതാഗത ഹൃദയം അതിന്റെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. പദ്ധതികൾ തുടങ്ങുന്നത് നന്മയാണ്. പക്ഷേ സമയബന്ധിതമായി ഉത്തരവാദിത്തത്തോടെ നടപ്പാക്കപ്പെടുമ്പോഴേ അതിന്റെ യഥാർത്ഥ പ്രസക്തി പൂർണ്ണമാകൂ. നാട്ടുകാർക്ക് 3 അടിയന്തര കാര്യങ്ങളാണ് നിർദ്ദേശിക്കാനുള്ളത്. പഴയ സ്റ്റാൻഡിന്റെ പൊളിക്കൽ ത്വരിതപ്പെടുത്തണം. കാരിക്കമുറി ബസ് ടെർമിനസ് നിർമ്മാണം സമയപരിധിയോടെ ആരംഭിക്കണം. താൽക്കാലികമായി യാത്രക്കാർക്ക് ശുചിത്വവും കുടിവെള്ളവും ഉറപ്പാക്കണം.
ഇനിയും കാത്തിരിപ്പാകരുത്. പക്ഷേ അതുവരെ യാത്രക്കാർക്കുള്ളത് ദുഃഖവും ദുരിതവും മാത്രം. ന്യൂസ് സെന്റർ കരുളായി.